ഹായ്. ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചിൽ എംടെക് കംപ്ലീറ്റ് ചെയ്ത് ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ഒരു പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്കിനി അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ലേണിനോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2023 ഇതിനു മുന്നേ ആ എക്സാം നടന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ ആയിട്ട് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമുക്ക് എംടെക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ പഠിക്കാനുള്ള സബ്ജക്ട്സ് ആണെങ്കിലും നമ്മൾ ബിടെക്കിന് പഠിച്ചതും അതേപോലെ തന്നെ എംടെക്കിന് പഠിച്ച കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് വരിക. ഇപ്പൊ പ്രീവിയസ് ഇയറിലെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും വന്നിട്ട് ഇപ്പൊ നെറ്റ്വർക്ക് തിയറി, സിഗ്നൽസ്, DSP, EMFT, അതേപോലെ തന്നെ നമുക്ക് അനലോഗ് ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷന്റെ പോർഷൻസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആയിരുന്നു. അപ്പൊ അത്രയും തറവായിട്ട് അത്രയും ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം. അതേപോലെ തന്നെ ക്വസ്റ്റ്യനും അത്രയും ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കോഴ്സിൽ ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റിനെയും അത് നമ്മൾ ആ ബിടെക് ലെവലിൽ പഠിക്കുന്ന പോലെ തന്നെ അത്രയും ഇൻ ഡെപ്തിലായിട്ട് ഓരോ സബ്ജക്ട്, കാരണം ഞാനിപ്പോ ഈ പറഞ്ഞ സബ്ജക്റ്റ് ഒക്കെ നമ്മൾ ബിടെക്കിന് പഠിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ക്ലാസ്സസും ഒപ്പം അതിന്റെ MCQസും മെറ്റീരിയലും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും. ഒപ്പം നമ്മുടെ കംപ്ലീറ്റ് സെറ്റ് ബുക്ക് ബണ്ടിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കേണ്ട. അപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാൻ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം.